നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോവുകയാണ്. എലിക്കാട്ടൂർ സ്വദേശിയായ വയോധികനെ കാണാതായിട്ട് 11 ദിവസം. ഈ മാസം 16-ാം തീയതിയാണ് 69 വയസ്സുകാരൻ രാധാകൃഷ്ണ പിള്ളയെ കാണാതായത്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, എപ്പോഴാണ്, എവിടെ നിന്നാണ് ഇദ്ദേഹത്തെ കാണാതായത്? അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി, ലീഡ്സ് ലഭിക്കുന്നുണ്ടോ? ഗൂഗിൾ ഇക്കഴിഞ്ഞ 16-ാം തീയതി രാവിലെ 6 മണിയോടുകൂടിയാണ് കൊല്ലം എലിക്കാട്ടൂർ സ്വദേശിയായിട്ടുള്ള 69 വയസ്സുകാരൻ രാധാകൃഷ്ണ പിള്ളയെ എലിക്കാട്ടൂർ ജംഗ്ഷനിൽ നിന്ന് കാണാതായത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷം വീട്ടിലേക്ക് വൈകിട്ടും കാണാതെ എത്തിയില്ല. പിറ്റേ ദിവസവും വീട്ടിലേക്ക് എത്താത്തതിനെ തുടർന്ന് കുടുംബം പത്തനാപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പത്തനാപുരം പോലീസ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണമൊക്കെ നടത്തി വരികയാണ്. പക്ഷേ 10 നാൾ പിന്നിടുന്നു. രാധാകൃഷ്ണ പിള്ളയെ കുറിച്ച് യാതൊരു വിധത്തിലുമുള്ള ഒരു വിവരവും പോലീസിനും ബന്ധുക്കൾക്കും ലഭിച്ചിട്ടില്ല. ബന്ധുവീടുകൾ, ക്ഷേത്രങ്ങൾ, സുഹൃത്തുക്കളുടെ വീടുകൾ, ഇദ്ദേഹം പോകാനിടയുള്ള എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ പോലീസ് അന്വേഷണം നടത്തി. പക്ഷെ എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും മറ്റ് സമീപ ജില്ലകളിലും മറ്റ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അടക്കം രാധാകൃഷ്ണ പിള്ളയെ അന്വേഷിക്കുന്നുണ്ട്. എന്ത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളതിനെ കുറിച്ച് കുടുംബം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയുണ്ടോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തുകൊണ്ട് എവിടെ പോയി എന്നുള്ള കാര്യത്തിനകത്താണ് വ്യക്തതയില്ലാത്ത. ഇക്കാര്യത്തിനകത്ത് പത്തനാപുരം പോലീസ് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കാണാതായിട്ട് 11 നാൾ പിന്നിടുകയാണ്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.